ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളുടെ സിലബസ് ഡീകോഡിംഗ് സെഷൻ ആണ്. സിലബസ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഓറിയന്റേഷനകത്ത് നമ്മൾ വളരെ ഫൺ എലമെന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇഗ്നുവിന്റെ കാര്യങ്ങളും നമ്മുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് പോയിരുന്നു. ഈ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഠിക്കാൻ പോകുന്ന മാസ്റ്റർ ഓഫ് കൊമേഴ്സിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സുകൾ ഏതൊക്കെ, കോഴ്സ് ഇൻ ദ ടൈം മീൻസ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ ഓരോ കോഴ്സിനകത്തും നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ യൂണിറ്റിലും ഓരോ ബ്ലോക്കിലും എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സെഷനത് നോക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് നോക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷൻ മീൻസ് നമ്മുടെ അസൈൻമെന്റ്സ്, ടി എക്സാംസ്, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കരുത്, നമ്മൾ സെഷൻ എടുത്ത് പോട്ടെ. അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് നമ്മൾ വെക്കുന്നുണ്ട്, മീൻസ് സമയം നമ്മൾ തരുന്നുണ്ട്. ആ ടൈമിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യും. ഇടയ്ക്ക് വന്ന് ഇന്റർപ്രറ്റ് ചെയ്താൽ നമ്മുടെ സെക്ഷന്റെ ലെങ്ത് അത്രയും കൂടിപ്പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക സൈഡിൽ. സെഷൻസ് തീരാനാവുമ്പോൾ എല്ലാം പ്രോപ്പർ ആയിട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ സെഷനകത്ത് എന്റെ കൂടെ ഈ ഒരു സെഷനിൽ ലീഡ് ചെയ്യാനായിട്ട് സാന്ദ്ര മാം ഉണ്ട്. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൂടാതെ സ്നേഹ മാം ഉണ്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ. അതേപോലെ തന്നെ നമ്മളുടെ കൂടെ ആതിര മാമും ഉണ്ട് ഈ ഒരു സെഷനകത്ത്. എന്റെ പേര് വാണി എന്നാണ്, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ അക്കാഡമിക് മെന്റർ ആണ്. സോ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സാന്ദ്ര മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫസ്റ്റ് സെമിലെ ഡീറ്റെയിൽസും കൂടാതെ തന്നെ നമ്മൾ ഇനിഷ്യലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൺ ബോർഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാം, ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഞാൻ സാന്ദ്ര മാമിനെ വെൽക്കം ചെയ്യാണ്. ഓവർ ടു യു മാം. ഓക്കെ, താങ്ക് യു വാണി മാം. അപ്പം നമുക്ക് ഫസ്റ്റ് സെമ്മില് നമുക്ക് അറിയാം, നമുക്ക് എംകോമില് 2 സെമ്മാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ 2 സെമ്മില് ഫസ്റ്റ് സെമ്മിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് സിലബസ് ഡീകോഡിങ്ങിനകത്ത് നമ്മൾ എംകോമിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇന്നത്തെ സെഷനകത്ത് നമ്മൾ മെയിൻ ആയിട്ടും നമ്മുടെ സിലബസിൽ നമ്മൾ കോഴ്സസ് എന്തൊക്കെ കോഴ്സസ് ആണ് നമുക്ക്, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് എംകോമിനകത്ത് വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ സിലബസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് ആണ് വരുന്നത്, എത്ര ബ്ലോക്കുകളാണ് വരുന്നത്, അങ്ങനെ സിലബസിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാം എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എക്സാംസിന്റെ ഇവാലുവേഷൻസ്, അതുപോലെ നമ്മുടെ അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ, അസൈൻമെന്റ്സിന്റെ ഇവാലുവേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റിലെ തന്നെ പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ആണ്. അതിൽ പ്രോഗ്രാം കോഡ് നമുക്ക് ഇഗ്നോയിൽ വരുന്ന നമ്മുടെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് എംകോം എന്നാണ്. അതുപോലെ തന്നെ ഇഗ്നോയുടെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ അണ്ടറിലാണ് നമുക്ക് ഈ ഒരു എംകോം എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനകത്ത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഓരോ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ഫസ്റ്റ് ഇയറിൽ, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ 4 സബ്ജക്ട് പഠിക്കാനുണ്ട്, സെക്കൻഡ് സെമ്മിൽ 4 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അങ്ങനെ ടോട്ടൽ 8 സബ്ജക്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. അതിന് ഓരോ സബ്ജക്റ്റിനെ നമ്മൾ ബ്ലോക്കുകളായിട്ടും അതുപോലെ തന്നെ യൂണിറ്റുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സബ്ജക്റ്റിലും പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്, ഓരോ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ്. യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ചാപ്റ്ററിനകത്തും സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന യൂണിറ്റ്സ്, അതല്ലെങ്കിൽ സബ് ടോപ്പിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റുകളിലും, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും നമുക്ക് ക്രെഡിറ്റ് സിസ്റ്റം വരുന്നുണ്ട്, ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം വരുന്നുണ്ട്. ഈ ക്രെഡിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡിയാണ്. അതായത് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ നമ്മൾ എടുക്കുന്ന ക്രെഡിറ്റ് അല്ലെങ്കിൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നതാണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡിയാണ് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ചില സബ്ജക്റ്റിന് 4 ക്രെഡിറ്റ് ആയിരിക്കും വരുന്നത്. അങ്ങനെ 4 ക്രെഡിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ 30 × 4 നോക്കുക, ടോട്ടൽ എത്രയാണോ വരുന്നത് അതായിരിക്കും, ആ ഒരു ടോട്ടൽ അവേഴ്സ് ആയിരിക്കും നമ്മൾ ആ ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത്. പിന്നെ പ്രോഗ്രാമിന്റെ നമുക്ക് ഈ ഒരു ഡ്യൂറേഷൻ വരുന്നത് മിനിമം 2 years ആണ്. അതായത് നിങ്ങൾക്ക് 2 വർഷം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എംകോം എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടെ പറയുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് കംപ്ലീറ്റ് വിത്തിൻ 4
4 ഇയേഴ്സ് ആണ്. നമുക്ക് 4 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. മിനിമം 2 ഇയേഴ്സ് ആണ് പറയുന്നത്, മാക്സിമം 4 ഇയേഴ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എംകോം എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് പ്രോഗ്രാം ഈ പറഞ്ഞ പോലെ നമുക്ക് ടോട്ടൽ കോഴ്സ് എംകോമിൽ നമുക്ക് വരുന്ന ടോട്ടൽ കോഴ്സ് എന്ന് പറയുന്നത് 15 കോഴ്സസ് ആണ്. അതിന് ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എംകോമിൽ 2 ഇയർ ആയിട്ടാണ് വരുന്നത്, ഇയർ 1ഉം ഇയർ 2ഉം. ഇയർ 1ൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 8 കോഴ്സസ് പഠിക്കാനുണ്ട്, അതായത് 8 സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിന് ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 40 ക്രെഡിറ്റ്സ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇയർ 2ൽ നമുക്ക് 7 കോഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 7 സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതിന് ടോട്ടൽ 40 ക്രെഡിറ്റ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സെമസ്റ്റർ 1ൽ നമുക്ക് 4 കോഴ്സാണ് വരുന്നത്. ആ 4 കോഴ്സിനും കൂടെ ടോട്ടൽ 22 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് പഠിക്കാനായിട്ട് 4 സബ്ജക്റ്റുകളുണ്ട്. ഒന്ന് ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയർ, 2 ബിസിനസ് എൻവയോൺമെന്റ്, 3 അക്കൗണ്ടിംഗ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ്, 4 മാനേജീരിയൽ എക്കണോമിക്സ്. അങ്ങനെ 4 സബ്ജക്റ്റുകളാണ് നമുക്ക് സെം 1ൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത് MCO01 എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട് കോഡ് വരുന്നത്. ആ സബ്ജക്റ്റിനകത്ത് നമുക്ക് ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയറിന് 6 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ 6 ക്രെഡിറ്റ്സിനനുസരിച്ച് വേണം നമ്മളുടെ അവേഴ്സ് ഓഫ് സ്റ്റഡി നമ്മൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് ഏതൊക്കെ ബ്ലോക്കുകളാണ്, ഏതൊക്കെ യൂണിറ്റുകളാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിലാണെങ്കിലും അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്നത്, അത് പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി എങ്ങനെയാണ് അവരെ എഫക്ട് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പഠിക്കുന്നത്. ടോട്ടൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് 5 ബ്ലോക്കുകൾ പഠിക്കാനുണ്ട്. 5 ബ്ലോക്കിൽ ബ്ലോക്ക് 1 ഓർഗനൈസേഷണൽ തിയറി, ബ്ലോക്ക് 2 OB ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്ടീവ്, ബ്ലോക്ക് 3 OB ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്ടീവ് 2, ബ്ലോക്ക് 4 ഗ്രൂപ്പ് ബിഹേവിയർ, ബ്ലോക്ക് 5 ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ്. അതിൽ ഓരോ ബ്ലോക്കിലും നമുക്ക് എന്തൊക്കെ യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ബ്ലോക്ക് 1 ഓർഗനൈസേഷണൽ തിയറി. ഈ ഓർഗനൈസേഷണൽ തിയറിയിലാണ് നമ്മൾ ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന തിയറീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 1ൽ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. നെക്സ്റ്റ് വണ്ണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷണൽ തിയറി. ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ തിയറീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ് യൂണിറ്റ് 2ൽ വരുന്നത്. യൂണിറ്റ് 3ൽ സ്ട്രക്ചർ ആൻഡ് എഫക്റ്റീവ്നെസ്. ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് ഒരു ഓർഗനൈസേഷന് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു യൂണിറ്റ് 3ൽ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബ്ലോക്ക് 2ൽ OB ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്ടീവ്. OB എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ഒരു ഷോർട്ട് ആക്കി പറയുന്നതാണ് OB എന്ന് പറയുന്നത്. OB ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്ടീവിനകത്ത് നമുക്ക് മൊത്തം 4 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. ഈ യൂണിറ്റ് 4 ഓവർവ്യൂ ഓഫ് OB, ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ നമുക്ക് കിട്ടുന്നത് ഈ ഒരു യൂണിറ്റിൽ നിന്നായിരിക്കും. എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള ഒരു ഓവറോൾ വ്യൂ നമുക്ക് കിട്ടുന്നത് യൂണിറ്റ് 4ൽ നിന്നായിരിക്കും. നെക്സ്റ്റ് യൂണിറ്റ് 5നകത്ത് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ലേണിംഗ്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടാണ് ഒരു ഓർഗനൈസേഷൻ ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലേണിംഗ് എങ്ങനെയാണ് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു യൂണിറ്റിനകത്ത് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 6ൽ പെർസെപ്ഷൻസ്, ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ പെർസെപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നെക്സ്റ്റ് യൂണിറ്റ് 7 ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വാല്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 7നകത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 ആണ് വരുന്നത്.
ഓക്കെ, ബ്ലോക്ക് 3 നമുക്ക് 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. OB ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് 2. ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിലെ ഇൻഡിവിജ്വൽസിന്റെ ഉള്ള പെർസ്പെക്റ്റീവ്, രണ്ടാമത് വരുന്ന പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂണിറ്റ് 8 പറയുന്ന പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷൻസ്. നമ്മൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാളുടെ വർക്കും അല്ല അയാളുടെ മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ആ ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ്. യൂണിറ്റ് 9 സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്കിപ്പോൾ അറിയാം, നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ വർക്ക് എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണെന്നുള്ളതും അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ട്രെസ് മാനേജ്മെന്റിന്റെ യൂണിറ്റിനകത്ത് പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 10 വരുമ്പോഴത്തേക്കിന് മോട്ടിവേഷൻ. നമുക്കൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മോട്ടിവേഷൻ. ആ ഒരു മോട്ടിവേഷന്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 10 പഠിക്കുന്നത്. അതിനുശേഷം യൂണിറ്റ് 11 ജോബ് ഡിസൈൻ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ജോബ് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൽ എങ്ങനെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത്, അങ്ങനെ ജോബ് ഡിസൈനിനെ കുറിച്ചും അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചുമാണ് യൂണിറ്റ് 11 നമ്മൾ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് 4. ഓക്കെ, ബ്ലോക്ക് 4 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബിഹേവിയർ ആണ്. ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് 1ഉം 2ഉം നമ്മൾ ബ്ലോക്ക് 2ലും ബ്ലോക്ക് 3ലും കണ്ടു. ഇനി ബ്ലോക്ക് 4 വരുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ബിഹേവിയർ, ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിൽ നിന്നും കുറച്ചും കൂടെ മുമ്പോട്ട് പോയി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 4 ഗ്രൂപ്പ് ബിഹേവിയറിൽ പഠിക്കുന്നത്. അതിൽ നമുക്ക് 5 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. യൂണിറ്റ് 12 ഗ്രൂപ്പ് ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രക്ചറൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് 12 നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 13 ആൻഡ് 14 കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷനിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ആളുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസ് തമ്മിലുള്ള, അല്ലെങ്കിൽ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 13 പറയുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 14 ഒബ്വിയസ്ലി നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴത്തേക്കിന് അതിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസസും വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആ ഒരു യൂണിറ്റിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 15 ടീം ബിൽഡിംഗ് ആൻഡ് ലീഡർഷിപ്പ്. നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ ഒരു ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് നമ്മൾ പോകുന്നതിന് ഏറ്റവും വലിയൊരു ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഒരു ടീം ഒന്നായിട്ട് നിന്നുകൊണ്ട് ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ടീം ബിൽഡിങ്ങും അതുപോലെ തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ലീഡർഷിപ്പിന്റെ കാര്യങ്ങളുമാണ് നമ്മൾ യൂണിറ്റ് 15 പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 16 വരുമ്പോഴത്തേക്കിന് പവർ ആൻഡ് പൊളിറ്റിക്സ്. പവറിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു യൂണിറ്റ് 16 പഠിക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 5 ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ്. ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ബ്ലോക്ക് 5 പഠിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. ഒന്ന് യൂണിറ്റ് 17 ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ക്ലൈമറ്റ്. ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് വരുന്നത്, ആ ഒരു കൾച്ചർ എങ്ങനെയാണ് ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ്, ഇപ്പം മാറി മാറി വരുന്ന പല റീസൺസ് കൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിലായിരിക്കും ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 18 ഓർഗനൈസേഷണൽ ചേഞ്ച്. ഓർഗനൈസേഷൻസിനകത്ത് വരുന്ന ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും വരുന്ന ചേഞ്ചസ് ഒരു ഓർഗനൈസേഷനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 18 പഠിക്കുന്നത്. യൂണിറ്റ് 19 വരുമ്പോഴത്തേക്കും ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, ഒരു ഓർഗനൈസേഷൻ എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ യൂണിറ്റ് 19 പഠിക്കും. നെക്സ്റ്റ് യൂണിറ്റ് 20 വരുമ്പോൾ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ OB. ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത് വരുന്ന പുതിയ ട്രെൻഡ്സ് അല്ലെങ്കിൽ എമർജ് ചെയ്ത് വരുന്ന ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ യൂണിറ്റ് 20 പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ മെയിൻ ആയിട്ടും നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് തിയറിക്കകത്ത് മെയിൻ ആയിട്ടും പഠിക്കുന്ന ടോട്ടൽ 5 ബ്ലോക്സ് ആണ് വരുന്നത്.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണ്, ഫസ്റ്റ് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിന്റെ കോഴ്സ് കോഡ് വരുന്നത് MCO04 ആണ്. അതിന് ടോട്ടൽ നമുക്ക് വേണ്ട ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 6 ക്രെഡിറ്റ്സ് ആണ്. അപ്പം ഈ ബിസിനസ് എൻവയോൺമെന്റിന് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു ബിസിനസ്സിനെ ഏതൊക്കെ എൻവയോൺമെന്റ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ എൻവയോൺമെന്റ്സ് ആണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഇതിൽ ടോട്ടൽ നമുക്ക് 5 ബ്ലോക്കുകൾ പഠിക്കാനുണ്ട്. ബ്ലോക്ക് 1 സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ബ്ലോക്ക് 2 ലീഗൽ എൻവയോൺമെന്റ്, ബ്ലോക്ക് 3 റെഗുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ബ്ലോക്ക് 4 എക്കണോമിക് എൻവയോൺമെന്റ്, ബ്ലോക്ക് 5 ഇന്റർനാഷണൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. അങ്ങനെ 5 ബ്ലോക്കുകളാണ് നമുക്ക് ബിസിനസ് എൻവയോൺമെന്റിനകത്ത് പഠിക്കാനുള്ളത്. ടോട്ടൽ 6 ക്രെഡിറ്റ്സും ആണ് ബിസിനസ് എൻവയോൺമെന്റിന് വരുന്നത്. അപ്പൊ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ബ്ലോക്കും നോക്കാം. ബ്ലോക്ക് 1 സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. ഒരു ബിസിനസ്സിൽ നമ്മൾക്ക് പലതരത്തിലുള്ള എൻവയോൺമെന്റ്സ് ഉണ്ട്. അതിപ്പോ സോഷ്യലി ആകാം, പൊളിറ്റിക്കലി, ടെക്നോളജിക്കലി, ലീഗലി ഒക്കെ ഉള്ള എൻവയോൺമെന്റ്സ് ഒരു ബിസിനസ്സിനെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അഫക്ട് ചെയ്യുന്ന എൻവയോൺമെന്റ്സ് ആണ്. അപ്പം ആ ഒരു എൻവയോൺമെന്റ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിനകത്ത് കൂടുതലായിട്ടും പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. യൂണിറ്റ് 1 ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഇതിലാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്നുള്ളതും ബിസിനസ് എൻവയോൺമെന്റിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റിലായിരിക്കും പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ യൂണിറ്റ് 2 സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. അതായത് സോഷ്യലി അല്ലെങ്കിൽ കൾച്ചറലി എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ സോഷ്യൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ കൾച്ചറൽ എൻവയോൺമെന്റ് ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 3 യൂണിറ്റ് 4 നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 3 സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഒരു ബിസിനസ്സിന് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്താണെന്നുള്ളതുമാണ് നമ്മൾ യൂണിറ്റ് 4 പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 2 വരുമ്പോഴത്തേക്കിന് ലീഗൽ എൻവയോൺമെന്റ്. ഒരു ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്ഷനാണ് ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഈ ലീഗൽ എൻവയോൺമെന്റിനകത്ത് നമുക്ക് ടോട്ടൽ 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് റെഗുലേറ്ററി പോളിസീസ് ആൻഡ് ഫ്രെയിംവർക്ക്. യൂണിറ്റ് 5 റെഗുലേറ്ററി പോളിസീസ് ആൻഡ് ഫ്രെയിംവർക്ക്. അതായത് ഒരു ബിസിനസ്സിലെ ലീഗലി എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ റെഗുലേറ്ററി പോളിസീസ് ഉണ്ട്, എന്തൊക്കെ ഫ്രെയിംവർക്കുകളുണ്ട്, ബിസിനസ്സിനെ ബേസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കും. പിന്നെ കോർപ്പറേറ്റ് ലോ 1 കോർപ്പറേറ്റ് ലോ 2 നമ്മൾ യൂണിറ്റ് 6 യൂണിറ്റ് 7 ആയിട്ടാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 8 ലേബർ ലെജിസ്ലേഷൻ. ലേബേഴ്സിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലേബേഴ്സിനുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്, ലേബേഴ്സിനുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെ ലേബേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റ് 8 പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 വരുമ്പോഴത്തേക്ക് റെഗുലേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. നമുക്കറിയാം ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ കാര്യങ്ങൾ. അപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് വരുന്ന റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു ബ്ലോക്കിനകത്ത് പഠിക്കുന്നത്. അതിൽ നമുക്ക് 4 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നുള്ളതും ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് വരുന്ന സബ് മാർക്കറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കുന്നത്. യൂണിറ്റ് 11 വരുമ്പോൾ റെഗുലേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് വരുന്ന റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 11 പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 12 വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വരും. ഇൻവെസ്റ്റ് ചെയ്യുന്ന അവർക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ കാര്യങ്ങളുമാണ് നമ്മൾ യൂണിറ്റ് 12 പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 4 വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്ത് ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 4 എക്കണോമിക് എൻവയോൺമെന്റ്. ഇതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ആ ഒരു എക്കണോമിക് എൻവയോൺമെന്റിൽ നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതും ഇന്ത്യൻ ഇക്കോണമി എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 13 പഠിക്കുന്നത്. പിന്നെ യൂണിറ്റ് 14 15
എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ എക്കണോമിക് പോളിസീസിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. എക്കണോമിക് പ്ലാനിങ് നമ്മൾ വർഷങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന എക്കണോമിക് പ്ലാനിങ്സ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ എക്കണോമിക് പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളതുമാണ് യൂണിറ്റ് 14ലും 15ലും വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 16ല് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, നമ്മുടെ രാജ്യത്തുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കാര്യങ്ങളാണ്. ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണെന്നുള്ളതും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 16നകത്ത് പഠിക്കുന്നത്. പിന്നെ യൂണിറ്റ് 17നകത്ത് എക്കണോമിക് റീഫോംസ്, ഈ ഒരു എക്കണോമിയിൽ വന്നിട്ടുള്ള എന്തൊക്കെ റീഫോംസ് ഉണ്ടോ ആ റീഫോംസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 17നകത്ത് പഠിക്കുന്നത്. എക്കണോമിക് എൻവയോൺമെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 5ലേക്ക് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഇത്രയും ഇന്ത്യൻ എക്കോണമിയുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇന്റർനാഷണലി അല്ലെ നമ്മുടെ ബിസിനസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻവയോൺമെന്റ് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സ്ചേഞ്ച് പോളിസി. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ടാക്സിന്റെ പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ പോളിസി ഒക്കെയാണ് നമ്മൾ ആ ഒരു യൂണിറ്റിനകത്ത് പഠിക്കുന്നത്. നെക്സ്റ്റ് ഗ്ലോബലൈസേഷൻ ആൻഡ് WTO. ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളതും ഗ്ലോബലൈസേഷനിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സ്, അത് എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 19നകത്ത് പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 20ലേക്ക് വരുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൊളാബറേഷൻ. നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളതും അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതുമാണ് നമ്മൾ യൂണിറ്റ് 20കകത്ത് പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 21ലേക്ക് വരുമ്പോൾ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യത്തിലെ ഒരു ഇക്കോണമി വളരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് വളരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടെക്നോളജി എന്ന് പറയുന്നത്, ആ ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെക്നോളജിക്കൽ എൻവയോൺമെന്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 21നകത്ത് പഠിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് ബ്ലോക്ക് 5നകത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് അക്കൗണ്ടിങ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് എന്നുള്ള സബ്ജക്റ്റ് ആണ് വരുന്നത്. അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് MCO 05 എന്നാണ്. അതിന് ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നത് 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അക്കൗണ്ടിങ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസിന് 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് അതിനകത്ത് എത്ര ബ്ലോക്കുകൾ ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് പറഞ്ഞ പോലെ 5 ബ്ലോക്കുകളാണ് ഈ ഒരു അക്കൗണ്ടിങ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസിനകത്തുള്ളത്. അതിൽ 6 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് 6 ക്രെഡിറ്റ്സ് ആണ് വേണ്ടത്. അതിൽ ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്, ബ്ലോക്ക് 2 അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബ്ലോക്ക് 3 ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോള്, ബ്ലോക്ക് 4 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്ലോക്ക് 5 കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഇത്രയും ബ്ലോക്കുകളാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് വരുന്നത്. ഇനി ബ്ലോക്കും നമുക്ക് അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന യൂണിറ്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ബ്ലോക്കാണ് ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്. ഇതിൽ നമ്മൾ യൂണിറ്റ് 1ലും 2വിലും ഓവർവ്യൂ ആൻഡ് ബേസിക് കോൺസെപ്റ്റ്സ്, അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റുകളും ഒരു അക്കൗണ്ടിങ്ങിന്റെ ഓവർവ്യൂ ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 1ലും 2വിലും നോക്കുന്നത്. പിന്നെ യൂണിറ്റ് 3യില് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, നമുക്ക് ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 3യിൽ നോക്കുന്നത്. യൂണിറ്റ് 4ലേക്ക് വരുമ്പോഴത്തേക്കിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്ന ഒരു സെക്ഷനാണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് 2ലേക്ക് വരുമ്പോഴത്തേക്കിന് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 1ല് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിന്റെ ഒരു അനാലിസിസ് നടത്തുന്നതാണ് ബ്ലോക്ക് 2വിനകത്ത് പറയുന്നത്, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിൽ നമുക്ക് 3 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നതിന്
നമ്മൾ എന്തൊക്കെ ടെക്നിക്കുകളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 6 സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻസ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻസിനകത്ത് വരുന്ന ചേഞ്ചസ് വരുമ്പോൾ എങ്ങനെയാണോ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 6 പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 7 നമ്മുടെ ക്യാഷ് ഫ്ലോ അനാലിസിസ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 7 പഠിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളതും ബഡ്ജറ്ററി കൺട്രോൾ എന്താണെന്നുള്ളതുമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 8 ബേസിക് കോൺസെപ്റ്റ് ഓഫ് ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റിംഗിന്റെ ബേസിക് കോൺസെപ്റ്റ്, ബേസിക് ആയിട്ട് നമ്മൾ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഓവർവ്യൂ തരുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. യൂണിറ്റ് 9 വരുമ്പോൾ പ്രിപ്പറേഷൻ ആൻഡ് റിവ്യൂ ഓഫ് ബഡ്ജറ്റിംഗ്. അപ്പൊ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് എന്നുള്ളതുമാണ് യൂണിറ്റ് 9 നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 10 വരുമ്പോൾ അപ്രോച്ചസ് ടു ബഡ്ജറ്റിംഗ്, ഒരു ബഡ്ജറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതുമാണ് നമ്മൾ ഒരു യൂണിറ്റ് 10 അപ്രോച്ചസ് ടു ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ബ്ലോക്ക് 3 ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, ബഡ്ജറ്റിങ്ങിനെ ബേസ് ചെയ്തല്ല ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ബ്ലോക്കിനകത്ത് പഠിക്കുന്നത്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ നമുക്ക് ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. 4 യൂണിറ്റ്സിൽ ഒന്നാമത്തത് യൂണിറ്റ് 11 ബേസിക് കോൺസെപ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് ബ്ലോക്ക് 4. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 11 പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 12 വരുമ്പോൾ വേരിയൻസ് അനാലിസിസ് 1, വേരിയൻസ് അനാലിസിസ് എന്താണെന്നുള്ളതും അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും യൂണിറ്റ് 12 നമ്മൾ പഠിക്കും. പിന്നെ വേരിയൻസ് അനാലിസിസ് 2, വേരിയൻസ് അനാലിസിസ് 2 നമ്മൾ യൂണിറ്റ് 13 പഠിക്കും. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് 14 റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണെന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 14 പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ബ്ലോക്ക് 4 4 യൂണിറ്റ്സുകളിൽ നിന്ന് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 5 വരുമ്പം കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ മൊത്തം നമുക്ക് 5 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. യൂണിറ്റ് 15 യൂണിറ്റ് 16 മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്താണെന്നുള്ളതും, മാർജിനൽ കോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതെന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 15 16 പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 17 വരുമ്പോൾ റെലവന്റ് കോസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റെലവന്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കോസ്റ്റ് എടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളതും യൂണിറ്റ് 17 നമ്മൾ പഠിക്കും. യൂണിറ്റ് 18 വരുമ്പോഴത്തേക്കിന് റിപ്പോർട്ടിംഗ് ടു മാനേജ്മെന്റ്, ആ ഒരു ഈ നമ്മുടെ കോസ്റ്റ് വോളിയത്തിന്റെയും അതുപോലെ തന്നെ പ്രോഫിറ്റ് അനാലിസിസിന്റെയും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മാനേജ്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഇരിക്കുന്നവരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന് വന്നിട്ടുള്ള റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള എന്തൊക്കെ ഡെവലപ്മെന്റുകൾ ഉണ്ടോ ആ ഡെവലപ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ യൂണിറ്റ് 19 പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ള 4ാമത്തെ സബ്ജക്റ്റ് ആണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാനേജീരിയൽ എക്കണോമിക്സിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് MCO 021 എന്നുള്ളതാണ്. അതിന് നമുക്ക് ടോട്ടൽ 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. മാനേജീരിയൽ എക്കണോമിക്സിന് ടോട്ടൽ 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ഇനി നമുക്കത് എത്ര ബ്ലോക്കുകൾ ഉണ്ടെന്നുള്ളതും എന്തൊക്കെ യൂണിറ്റ്സ് ആണെന്നുള്ളതും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, മാനേജീരിയൽ എക്കണോമിക്സിൽ 5 ബ്ലോക്കുകളാണ്. മാനേജറിയൽ എക്കണോമിക്സിൽ നമുക്ക് ടോട്ടൽ 4 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. 4 ബ്ലോക്കുകൾ കൂടെ നമുക്ക് 6 ക്രെഡിറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് എക്കണോമിക്സ്, ബ്ലോക്ക് 2 ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ്, ബ്ലോക്ക് 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്, ബ്ലോക്ക് 4 പ്രൈസിംഗ് ഡിസിഷൻസ്. അങ്ങനെ 4 ബ്ലോക്കുകളാണ് നമുക്ക് MCO 21 മാനേജറിയൽ എക്കണോമിക്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ,
ഫസ്റ്റ് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് എക്കണോമിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്നുള്ളതും ആ മാനേജീരിയൽ എക്കണോമിക്സിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളതുമാണ് നമ്മൾ യൂണിറ്റ് 1 പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 2 വരുമ്പോൾ ദ ഫേം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസിഷൻ ഇഷ്യൂസ്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതും അവർക്ക് വരുന്ന ഡിസിഷൻ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതുമാണ് നമ്മൾ യൂണിറ്റ് 2 പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 3 വരുമ്പോൾ ബേസിക് കോൺസെപ്റ്റ് ആൻഡ് ടെക്നിക്സ്, മാനേജറിയൽ എക്കണോമിക്സിന്റെ ബേസിക് കോൺസെപ്റ്റും അതുപോലെ തന്നെ ടെക്നിക്സുമാണ് നമ്മൾ യൂണിറ്റ് 3 പഠിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് 2 വരുമ്പോൾ ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ്, ഡിമാൻഡ് എന്താണെന്നുള്ളതും ഡിമാൻഡിന്റെ അനാലിസിസ് അതുപോലെ തന്നെ റവന്യൂന്റെ അനാലിസിസുമാണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് 4 ഡിമാൻഡ് കോൺസെപ്റ്റ് ആൻഡ് അനാലിസിസ്, ഡിമാൻഡിന്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതും അതെങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതുമാണ് യൂണിറ്റ് 4 പഠിക്കുന്നത്. യൂണിറ്റ് 5 വരുമ്പോൾ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 6 ഡിമാൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡിന്റെ എസ്റ്റിമേഷൻ എടുക്കുന്നതും അതുപോലെ തന്നെ മുൻകൂട്ടി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളാണ് യൂണിറ്റ് 6 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ബ്ലോക്ക് 3 വരുമ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്. നമുക്കൊരു പ്രൊഡക്ഷന് വരുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, ആ ഒരു അനാലിസിസും അതുപോലെ തന്നെ പ്രൊഡക്ഷന് വരുന്ന കോസ്റ്റ്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചെലവാകുന്ന കോസ്റ്റിന്റെ അനാലിസിസുമാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ 3 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റ് 7 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും പ്രൊഡക്ഷന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നുള്ളതും അതുപോലെയുള്ള പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു യൂണിറ്റ് 7 പഠിക്കുന്നത്. യൂണിറ്റ് 8 വരുമ്പം ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ്. നമുക്കൊരു ഷോർട്ട് ടേമിലേക്ക് നമുക്കൊരു പ്രൊഡക്ഷൻസ് വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്, ആ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസിൽ പഠിക്കുന്നത്. യൂണിറ്റ് 9 വരുമ്പോൾ ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോങ് ടേമിലേക്ക് പ്രൊഡക്ഷൻസ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു ലോങ് റണ്ണിൽ നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 9 പറയുന്ന ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 4 വരുമ്പോൾ പ്രൈസിംഗ് ഡിസിഷൻസിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. ബ്ലോക്ക് 4 നമുക്ക് 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് യൂണിറ്റ് 10 മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി. നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നുള്ളതും ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിലേക്ക് എൻട്രി ചെയ്യുന്നതിന് എന്തൊക്കെ ബാരിയേഴ്സ് ഉണ്ടെന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 11 പ്രൈസിംഗ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് പ്യുവർ മോണോപ്പൊളിയുടെ അണ്ടറിൽ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് പ്രൈസിങ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് 11 നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 12 വരുമ്പോഴത്തേക്കിന് പ്രൈസിംഗ് അണ്ടർ മോണോപ്പൊളിസ്റ്റിക് ആൻഡ് ഒളിഗോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് പ്രൈസിംഗ് വരുന്നത്, അതുപോലെ തന്നെ ഒളിഗോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് പ്രൈസിംഗ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 12 പറയുന്നത്. ഇനി യൂണിറ്റ് 13 വരുമ്പോഴത്തേക്കിന് പ്രൈസിംഗിനകത്ത് നമ്മൾ കൊണ്ടുവരുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതുമാണ് നമ്മൾ യൂണിറ്റ് 13 പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഇത്രയും സബ്ജക്ട്സുകളാണ് പഠിക്കുന്നത് നമ്മൾ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി സെക്കൻഡ് സെമസ്റ്ററിൽ ഉള്ള സബ്ജക്റ്റുകളുടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ വാണി മിസ്സിനെ വെൽക്കം ചെയ്യുന്നു. ഓവർ ടു യു മിസ്. നമ്മൾ ഫസ്റ്റ് സെമ്മിലെ കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നമ്മൾക്ക് ഈക്വലി ആണ് സബ്ജക്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെമ്മിലും നമുക്ക് 4 സബ്ജക്റ്റ് ആയിരുന്നു പഠിക്കാനുള്ളത്. സെക്കൻഡ് സെമ്മിലും അതേപോലെ തന്നെ 4 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം സെക്കൻഡ് സെമ്മിലെ സബ്ജക്റ്റുകൾക്ക് നമുക്ക് 4 കോഴ്സുകളാണുള്ളത്. ആ 4 കോഴ്സിലൂടെ നമുക്കുള്ള ക്രെഡിറ്റ് എന്ന് പറയുന്നത് 18 ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വാട്ട് എവർ ദ ടൈം വി നീഡ് ടു ഡിവോട്ട് ടു സ്റ്റഡി എ കോഴ്സ്. ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നമ്മൾ ഡിവോട്ട് ചെയ്യേണ്ട ടൈം എത്രയാണ്? ഈ സെക്കൻഡ് സെമ്മിലെ 4 കോഴ്സുകൾ പഠിക്കാനായിട്ട് നമ്മൾ ഡിവോട്ട് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 18 ക്രെഡിറ്റ്സ് ആണ്. അപ്പൊ 18 ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 18 × 30, ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 അവേഴ്സ് ആണ്. അപ്പൊ 18 × 30 എത്രയാണോ വരുന്നത് അത്രയും അവേഴ്സ് വേണം നമുക്ക് ഈ ഒരു 4 കോഴ്സ് പഠിക്കാനായിട്ട്.
പിന്നെ സെക്കൻഡ് സെമ്മിലെ സബ്ജക്റ്റുകൾ അതിലെ 2 നമുക്ക് കോമൺ സബ്ജക്റ്റ് ആണ്. നമ്മളും MBA ബാച്ചുകാരും ഒരുമിച്ചാണ് പഠിക്കുന്നുണ്ടാവുക. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പിന്നെ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR, ഇത്രയാണ് നമുക്ക് ഈ ഒരു 4th സെമ്മിൽ വരുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻ, ബിസിനസ് എത്തിക്സ് ആൻഡ് CSR ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് സെമ്മിലെ 4 സബ്ജക്റ്റുകൾ. നമുക്കത് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. സബ്ജക്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത് MCO 023 ആണ് സബ്ജക്റ്റിന്റെ കോഡ്. ഇത് നമ്മളുടെ ഒരു കോമൺ പേപ്പർ ആണ്. നിങ്ങളും MBA-കാരും ഒരുമിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നമുക്ക് 4 ബ്ലോക്കാണ് പഠിക്കാനുള്ളത്. ആ 4 ബ്ലോക്കിലൂടെ നമുക്ക് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 into 30 എത്രയാണോ വരുന്നത് അത്രയും അവേഴ്സ്, 120 അവേഴ്സോളം നമുക്ക് വേണം ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട്. 4 ബ്ലോക്കേ ഉള്ളൂ ഈ ഒരു സബ്ജക്റ്റിൽ. ബേസിക് ആയിട്ട് ഒരു കോർപ്പറേറ്റ് ലെവൽ സബ്ജക്ട് മീൻസ് എങ്ങനെയാണ് കാര്യങ്ങൾ ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് പോളിസീസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്, ഒരു കോർപ്പറേറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ് ലെവൽ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അവിടെ നമുക്ക് 4 ബ്ലോക്ക് ആണുള്ളത്. ബ്ലോക്ക് 1, 2, 3 and 4, 4 ബ്ലോക്കാണ് നമുക്കുള്ളത്. വളരെ ചെറിയ പോർഷൻസ്, ചെറിയൊരു സബ്ജക്റ്റ് ആണ് ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ബ്ലോക്ക് 1-ൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, കൂടാതെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അതുപോലെ സ്ട്രാറ്റജിക് ഫ്രെയിം വർക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ഫ്രെയിം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറേ സ്റ്റെപ്സ് പഠിക്കാനാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. തേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി ഇൻ ഗ്ലോബൽ കോൺസെപ്റ്റ്, ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് സ്ട്രാറ്റജി എന്നൊരു ടൈം നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ബ്ലോക്കിൽ എൻവിറോൺമെന്റൽ അനാലിസിസ് ആണ്. എൻവിറോൺമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ 2 എൻവിറോൺമെന്റ് ഉണ്ട്, ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് 4-ൽ നോക്കുന്നത് എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസ്. ഒരു ബിസിനസിന്റെ പുറമേയുള്ള, അകമേയുള്ളതല്ല പുറമേയുള്ള എൻവിറോൺമെന്റ് ഏതൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്യുന്നത്. പുറമേയുള്ള എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആയിരിക്കാം, പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരിക്കാം, കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കാം. അപ്പൊ നമുക്കൊരു ബിസിനസിന്റെ ഡേ ടു ഡേ അഫയേഴ്സിനെ എഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. യൂണിറ്റ് 5 എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് അനാലിസിസ്, ഒരു ബിസിനസിന്റെ കോമ്പറ്റേറ്റീവ് അതിന്റെ ഒരു കപ്പാസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നു. ദെൻ യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഇന്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസ്, ഒരു ബിസിനസിന്റെ ഓർഗനൈസേഷൻ അകത്തുള്ള കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 6 എന്ന് പറയുന്നത്. അടുത്തത് ബ്ലോക്ക് 3 ആണ്, ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജി. എങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. പല രീതിയിൽ പല സ്റ്റെപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് പല ടൈപ്പായിട്ട് നമുക്ക് ലെവൽ അല്ലെങ്കിൽ ലെവൽ അനുസരിച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂണിറ്റ് 7-ൽ നമ്മൾ നോക്കുന്നത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ്. ഒരു ബിസിനസ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം എങ്ങനെയാണ് അവരുടെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നത്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ദേ വേ ടു. അവർ ഓരോ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോഴും ഏതൊക്കെ സ്റ്റെപ്സ് ആണ് അവർ എടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയിൽ നോക്കുന്നത്. യൂണിറ്റ് 8-ൽ നമ്മൾ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി, ഒരു നിലനിൽപ്പ് നമ്മളുടെ കോമ്പറ്റേറ്റർ ആയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങളെയൊക്കെ വെച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് കോമ്പിറ്റൻസി കഴിവ് എങ്ങനെ കാണിക്കുക, അപ്പൊ അതിന് വേണ്ട തന്ത്രങ്ങൾ എങ്ങനെ മെനയണം എന്നതിനെ പറ്റി പഠിക്കുന്നതാണ് യൂണിറ്റ് 8 എന്ന് പറയുന്നത്. യൂണിറ്റ് 9 എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസ്. നമുക്ക് കൂടുതലും അസൈൻമെന്റ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയെ പറ്റിയിട്ടാണ്. അടുത്താണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ. സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോളില് നമുക്ക് 4 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 4 യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് 10-ൽ നമ്മൾ നോക്കുന്നത് ഇംപ്ലിക്കേഷൻ ആൻഡ് ബിഹേവിയറൽ ഡയമെൻഷൻ. മീൻസ് ഒരു സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനെ നേരിട്ട് ഒരു ബിസിനസ്സിനെ നേരിട്ടും അല്ലാതെയും എഫക്ട് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട്. അതൊക്കെ ഏതാണെന്ന് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു പോർഷൻ ആണ് യൂണിറ്റ് 10 എന്ന് പറയുന്നത്. 11 എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ്. ഈ ഒരു പോർഷൻസ് നമ്മൾ നേരത്തെ ഡിഗ്രിയിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്, കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്നുള്ളത്. ദെൻ യൂണിറ്റ് 12 എന്ന് പറയുന്നത് കൺട്രോൾ, വാട്ട് ആർ ദ കൺട്രോളിംഗ് ടെക്നിക്സ്. നമ്മളൊരു പോളിസി അല്ലെങ്കിൽ ഒരു പ്ലാൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ അതിനെ നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നു. മീൻസ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി നമ്മളുടെ ആ ഒരു പോളിസിക്ക് അനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത രീതിയിലാണോ പോകുന്നത് എന്ന് ചെക്ക് ചെയ്തിട്ട് അതിനാവശ്യമായ മെഷേഴ്സ് എടുക്കുന്നതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ.
ഈ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടെത്തുകയാണ്. നമ്മൾ ഓൾറെഡി ഓർഗനൈസ് ചെയ്ത രീതിയിലാണോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത രീതിയിലാണോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്, ഓരോരുത്തരുടെയും പെർഫോമൻസ് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്തുന്നതിന് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഒരു കോർപ്പറേറ്റ് ലെവൽ സബ്ജക്റ്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കവർ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് MCO 03 എന്ന് പറയുന്ന സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 4 ബ്ലോക്കാണ്. ആ 4 ബ്ലോക്കിലൂടെ നമുക്കുള്ള ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത സബ്ജക്ട് നോക്കാം. MCO 022 അല്ലെങ്കിൽ 22 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻ. ഇതും ഒരു കോമൺ സബ്ജക്റ്റ് ആണ്. MBA-ക്കാരും MCOM-കാരും ഒരുമിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കംപ്ലീറ്റ്ലി പ്രോബ്ലം പേപ്പർ ആണ്. എന്നാൽ എക്സാംസിൽ മിക്സഡ് ആയിട്ടായിരിക്കും, പ്രോബ്ലവും കാണും തിയറിയും കാണും ഈ ഒരു പോർഷനകത്ത്. അവിടെ നമുക്ക് 4 ബ്ലോക്കാണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1-ൽ നമ്മൾ പഠിക്കുന്നത് ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. ബേസിക് ആയിട്ടുള്ള തിയറിയും കാര്യങ്ങളുമാണ് അതിൽ നമ്മൾ പഠിച്ചു പോകുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡിസിഷൻസ് മേക്കിംഗ് ആൻഡ് ഓവർവ്യൂ. എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ നമ്മൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നതും, എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്ത ഒരു ബിസിനസിന്റെ തീരുമാനങ്ങൾ ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് എന്നാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ കളക്ഷൻ ഓഫ് ഡേറ്റ. നമുക്കറിയാം പ്രൈമറി സെക്കൻഡറി ഡേറ്റാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകുന്നതാണ് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ തൊട്ടേ പഠിച്ചു വന്നിട്ടുള്ള കാര്യമാണ്. ദെൻ യൂണിറ്റ് 3 എന്ന് പറഞ്ഞ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. എങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡേറ്റാസ് പ്രസന്റ് ചെയ്യുന്നു, അത് നമുക്ക് ടേബിൾ ആയിട്ടും ഒക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള രീതിയാണ്. അപ്പൊ അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. പക്ഷെ കളക്ഷൻ ഓഫ് ഡേറ്റ ഒക്കെ എക്സാംസിൽ ചോദിക്കാറുണ്ട്. ദെൻ യൂണിറ്റ് 4 ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമ്മളുടെ ഒരു പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻസ് ആണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. യൂണിറ്റ് 5 എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ഓഫ് വേരിയൻസ് ആൻഡ് സ്ക്യൂനെസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. നമ്മൾ 12th അല്ലെങ്കിൽ ട്വൽത്തിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഇത് പഠിച്ചു വന്നതാണ്. കൂടാതെ ഡിഗ്രിയിൽ BCom-ൽ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് ആ ഒരു പ്രോബ്ലം തന്നെയാണ് ഇവിടെ വരുന്നത്. അതിന്റെ ഒരു പടി മുകളിലായിട്ട് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ഒരു ബ്ലോക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ടൈമിലൊക്കെ നമുക്ക് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് പ്രോബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ നിന്ന് തിയറി അല്ലെങ്കിൽ പ്രോബ്ലം കമ്പൽസറി ആയിട്ട് എക്സാംസിന് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. അവിടെ യൂണിറ്റ് 6-ൽ നമുക്ക് ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രോബിലിറ്റി എന്താണ്, കംപ്ലീറ്റ്ലി തിയറി ആണ് ഫസ്റ്റ് ഒരു യൂണിറ്റ് 6-ൽ നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റ് 7-ൽ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂണിറ്റ് 8-ൽ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂണിറ്റ് 9 എന്ന് പറഞ്ഞ ഡിസിഷൻ തിയറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ഡിസിഷൻ തിയറി ഒക്കെ എല്ലാ പ്രാവശ്യവും എക്സാംസിൽ ചോദിക്കുന്നതാണ്. പ്രോബിലിറ്റിയും ചോദിക്കാറുണ്ട്. തിയറി ആയിക്കോട്ടെ പ്രോബ്ലം ആയിക്കോട്ടെ ഈ ഒരു പോർഷനിൽ നിന്ന് റെഗുലർ ആയിട്ട് നമുക്ക് ചോദിക്കുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് 3 ആണ് സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. അതും സാമ്പിളിംഗ് മെത്തേഡ് എന്താണ്. ഫസ്റ്റ് നമുക്ക് യൂണിറ്റ് 10-ൽ പഠിക്കാനുള്ള സാമ്പിളിംഗ് മെത്തേഡ്. പലതരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. അത് തിയറിയാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 11 എന്ന് പറഞ്ഞ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. യൂണിറ്റ് 12 എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് നമുക്ക് പലതുണ്ട്. ഇസഡ് ടെസ്റ്റ് ഉണ്ട്, ടി ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഹൈപ്പോത്തിസിന്റെ സ്റ്റെപ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എക്സാംസിൽ ചോദിക്കുന്നതാണ്. ദെൻ മെയിൻ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസിൽ വരുന്നതാണ് കൈസ്ക്വയർ എന്ന് പറയുന്നത്. യൂണിറ്റ് 13-ൽ നമ്മൾ പഠിക്കുന്നത് കൈസ്ക്വയർ ടെസ്റ്റ് ആണ്. അത് നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ടും അല്ലെങ്കിൽ മെയിൻ എസ്സേ ആയിട്ടും ഒക്കെ കൈസ്ക്വയർ നമുക്ക് ചോദിക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് ആണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ആണ്. ഒരു കമ്പൽസറി ബ്ലോക്ക് ആണ്. എല്ലാ എക്സാംസിനും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂണിറ്റ് 2 അതേപോലെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എല്ലാ പ്രാവശ്യവും എസ്സേയിൽ നമുക്ക് ചോദിക്കുന്നതാണ്. അവിടെ നമുക്ക് യൂണിറ്റ് 14-ലുള്ളത് ബിസിനസ് ഫോർകാസ്റ്റിംഗ്. എങ്ങനെയാണ് ബിസിനസ്സിൽ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് 15-ൽ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം നമുക്ക് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. ദെൻ യൂണിറ്റ് 16-ൽ ടൈം സീരീസ് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷനകത്ത് നമുക്ക് 4 ബ്ലോക്കും ആ 4 ബ്ലോക്കിന് നമുക്ക് എത്രയാണ് ക്രെഡിറ്റ് വരുന്നത്, 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ഒരു കംപ്ലീറ്റ്ലി പ്രോബ്ലം ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. എന്നാൽ പോലും എക്സാംസിന് ഈക്വലി ഇമ്പോർട്ടൻസ് ആണ് തിയറിക്കും അതേപോലെ തന്നെ പ്രോബ്ലത്തിനും. അടുത്ത സബ്ജക്റ്റ് ആണ് MCO
024 ബിസിനസ് എത്തിക്സ് ആൻഡ് CSR. ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ് ആയാലും അവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാം എന്താണ് ശരി എന്താണ് തെറ്റ്. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് ഇത് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, ഇത് ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പൊ ബിസിനസ്സിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR. CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ നിലനിൽക്കുന്ന സൊസൈറ്റിയോട് നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് എന്തൊക്കെയാണോ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്ന് പറയുന്നത്. 4 ബ്ലോക്കാണുള്ളത്. ആ 4 ബ്ലോക്കിനും നമുക്ക് 4 ക്രെഡിറ്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എത്തിക്സ് ആൻഡ് ബിസിനസ്. എത്തിക്സ് എന്താണ്, അതേപോലെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 1 ബിസിനസ് എത്തിക്സ് ആൻഡ് ഓവർവ്യൂ. ബിസിനസ് എത്തിക്സ് എന്താണ് അതിനെപ്പറ്റി നമ്മളൊരു ഓവർവ്യൂ, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ പഠിക്കുന്നതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് 2 കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന്റെ കോൺസെപ്റ്റ് എന്തൊക്കെ, അവിടെ നമ്മൾ പഠിക്കുന്ന പല തിയറീസ് ഉണ്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. യൂണിറ്റ് 3 എന്ന് പറഞ്ഞാൽ എത്തിക്കൽ ഡിലേമാസ്. മീൻസ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ നമുക്ക് പല പല കാര്യങ്ങൾ മീറ്റ് ചെയ്യാനുണ്ടായിരിക്കും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെങ്കിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. യൂണിറ്റ് 4 എന്ന് പറയുന്നത് എത്തിക്സ് ഇൻ ബിസിനസ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അടുത്ത ബ്ലോക്ക് 2 ആണ് ഇവാലുവേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് CSR. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 4 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 5 CSR ആൻഡ് ഓവർവ്യൂ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഒരു ഓവർവ്യൂ, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതാണ്. അതിന്റെ ഹിസ്റ്ററി, അത് വന്ന വഴി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് വരാനുള്ള കാരണം എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. യൂണിറ്റ് 6 എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ട്രാറ്റജി ഇൻ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബിസിനസിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. യൂണിറ്റ് 7 എന്ന് പറഞ്ഞാൽ CSR ഇൻ ഗ്ലോബൽ കോൺടെക്സ്റ്റ്, ഒരു ഗ്ലോബൽ കോൺടെക്സ്റ്റിൽ CSR എന്നത് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് യൂണിറ്റ് 7 എന്ന് പറയുന്നത്. യൂണിറ്റ് 8 എന്ന് പറഞ്ഞാൽ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR ലിങ്കേജ്. ബിസിനസ് എത്തിക്സും CSRും തമ്മിലുള്ള ലിങ്കേജ് അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ബ്ലോക്ക് 3 എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ CSR എന്താണെന്നാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നുണ്ടാവുക. അവിടെ യൂണിറ്റ് 9 നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യൻ കോൺടെക്സ്റ്റ്, ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ എന്താണ് CSR എന്ന് പറയുന്നത്. യൂണിറ്റ് 10 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇന്ത്യയിലെ സോഷ്യൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ലെജിസ്ലേഷൻസും അതേപോലെ തന്നെ അതിന്റെ പോളിസി ഗൈഡ് ലൈൻസും എന്തൊക്കെയാണെന്നാണ് ഈ ഒരു യൂണിറ്റ് 10 പഠിക്കുന്നത്. യൂണിറ്റ് 11 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ പബ്ലിക് സെക്ടർ യൂണിറ്റ്, PSU പബ്ലിക് സെക്ടർ യൂണിറ്റിൽ CSR നടപടികൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ യൂണിറ്റ് 11 പഠിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 നമ്മൾ പഠിക്കുന്നത് CSR ഇംപ്ലിക്കേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. അവിടെ യൂണിറ്റ് 12 CSR റിപ്പോർട്ടിംഗ് പ്രോസസ് ആൻഡ് ഓഡിറ്റിംഗ്. അതേപോലെ യൂണിറ്റ് 13 റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് CSR ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ് 14 CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു ലോ പഠിക്കുന്ന ലാഘവത്തോടെ, ബിസിനസ് ലോ പഠിച്ച ലാഘവത്തോടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്ന് പറയുന്നത്. അതിലെ ബ്ലോക്ക് 3 ബ്ലോക്ക് 4 കംപ്ലീറ്റ്ലി ഒരു ഗവൺമെന്റ് ഓറിയന്റഡ് കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ 4 ബ്ലോക്കും 4 ക്രെഡിറ്റും ആണ് ഈ ഒരു സബ്ജക്റ്റിന് ഉണ്ടാവുക. അടുത്തതാണ് നമ്മുടെ സെക്കൻഡ് സെമ്മിലെ ലാസ്റ്റ് സബ്ജക്റ്റ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് MCO 06 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. അത് 6 ബ്ലോക്ക് വരെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെക്കൻഡ് സെമ്മിലെ ഏറ്റവും ക്രെഡിറ്റ് വാല്യൂ ഉള്ള ഒരു സബ്ജക്റ്റും മാർക്കറ്റിംഗ് മാനേജ്മെന്റ് തന്നെയാണ്. 6 ബ്ലോക്കും 6 ക്രെഡിറ്റും ആണ് ഈ സബ്ജക്റ്റിനുള്ളത്. ബ്ലോക്ക് 1 നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റിംഗിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് എൻവിറോൺമെന്റ് എന്താണെന്നാണ് യൂണിറ്റ് 2 പറയുന്നത്. യൂണിറ്റ് 3 മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് റിസർച്ച്. എങ്ങനെയാണ് മാർക്കറ്റിംഗ് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെ നമ്മൾ റിസർച്ച് അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരണോ വേണ്ടായോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് സർവേയും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. ബ്ലോക്ക് 2 അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമേഴ്സ് ആൻഡ് സെലക്ഷൻ ടാർഗറ്റ് മാർക്കറ്റ്. മീൻസ് എന്താണ്, ആരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്, ആരാണ് അവരെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. കൂടാതെ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണ് അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് പീപ്പിൾ ആണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. അവിടെ യൂണിറ്റ് 4 നമ്മൾ പഠിക്കുന്നത് ബൈയിങ് ബിഹേവിയർ, ഓരോ കസ്റ്റമേഴ്സിന്റെ ബൈയിങ് ബിഹേവിയർ എന്താണെന്നും
യൂണിറ്റ് 5 മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. മാർക്കറ്റ് എന്താണ്, മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ സെഗ്മെന്റ് ചെയ്യുന്നു, പല രീതിയിൽ നമ്മൾ ഡെമോഗ്രാഫിക് ബേസിട്ട് നമ്മൾ സെഗ്മെന്റ് ചെയ്യുന്നുണ്ട്, ജിയോഗ്രഫിക്കൽ സെഗ്മെന്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്, എക്കണോമിക് ക്ലാസ് വെച്ചിട്ടൊക്കെ സെഗ്മെന്റ് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നത്, സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ മാർക്കറ്റ് എന്താണെന്നും മാർക്കറ്റിങ്ങിനെ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, സെഗ്മെന്റ് ചെയ്യുന്നതെന്ന് നോക്കുന്നു. യൂണിറ്റ് 6 എന്ന് പറയുന്നത് മാർക്കറ്റ് ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. എങ്ങനെയാണ് ഒരു മാർക്കറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ഇന്നതാണ് എന്ന് നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റിനെ അവിടെ പൊസിഷനിങ് ചെയ്യുന്നത്, മീൻസ് ആ ഒരു പ്രോഡക്റ്റിനെ അവിടെ തന്നെ നമ്മൾ ഇൻബിൽഡ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് യൂണിറ്റ് 6 നോക്കാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 3 ആണ്, പ്രോഡക്റ്റ് ഡിസിഷൻ. പ്രോഡക്റ്റ് ഡിസിഷൻ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണം, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഡിസിഷനിൽ നോക്കുന്നത്. അവിടെ യൂണിറ്റ് 8 പ്രോഡക്റ്റ് കോൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. പ്രോഡക്റ്റ് എന്ന ടൈം എന്താണെന്നും അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുമാണ് യൂണിറ്റ് 8 നമ്മൾ നോക്കുന്നത്. യൂണിറ്റ് 9 പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് PLC, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്തൊക്കെയാണ്, അതിന്റെ ഗ്രോത്ത് എന്താണ്, പീക്ക് എന്താണ്. അപ്പം ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് ഒരു പ്രോഡക്റ്റ്, അതിന് അതിൻ്റെതായ സ്റ്റേറ്റസ് ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് യൂണിറ്റ് 9 എന്ന് പറയുന്നത്. യൂണിറ്റ് 10 എന്ന് പറയുന്നത് ബ്രാൻഡിങ്. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന് പാക്കിംഗ്, അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 10 എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 4 ആണ് പ്രൈസിങ് ഡിസിഷൻ. എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ ഇനിഷ്യലി എന്താണ് പ്രോഡക്റ്റിനെ നമ്മൾ പെൻട്രേറ്റീവ് പ്രൈസിംഗ് യൂസ് ചെയ്യാം, സ്കിമ്മിംഗ് പ്രൈസിംഗ്, അല്ലെങ്കിൽ പല പല ടെക്നിക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവിനെ ബേസ് ചെയ്ത് കോമ്പറ്റീറ്ററെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്യാറുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. അവിടെ യൂണിറ്റ് 10 ഒബ്ജക്റ്റീവ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രൈസിങ്. എന്തിനാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, അതിന്റെ ലക്ഷ്യം എന്താണെന്നും ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യൂണിറ്റ് 10 എന്ന് പറയുന്നത്. യൂണിറ്റ് 11 എന്ന് പറഞ്ഞ പ്രീ അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ്. ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് ഒരു അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും, ചിലപ്പോൾ നമ്മളുടെ കോമ്പറ്റീറ്റർ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് ഉള്ള നമ്മുടെ ഇൻഡസ്ട്രിയൽ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും, ഫേം ലെവലല്ല ഇൻഡസ്ട്രിയൽ ലെവലിൽ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടായിരിക്കാം. മീൻസ് ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഇത്ര ലെവലിൽ കൂടുതൽ ഒരു ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യും, അതിന് കൂടുതലോ കുറവോ ഫിക്സ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ നമ്മൾ പ്രീ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് യൂണിറ്റ് 11 എന്ന് പറയുന്നത്. യൂണിറ്റ് 12 എന്ന് പറഞ്ഞാൽ റെഗുലേഷൻ ഓഫ് പ്രൈസസ്. പ്രൈസിന്റെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്, ഏതൊക്കെ ഘടകങ്ങളാണ് അതിൽ എഫക്ട് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ് യൂണിറ്റ് 12 എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 5 എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസിൽ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 13 ആണ്. 13 നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഏതൊക്കെയാണ്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഏതൊക്കെയാണ്. യൂണിറ്റ് 14 മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റേഴ്സ്, ഒരു മാർക്കറ്റിംഗിൽ ഇടനിലക്കാരായിട്ട് വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. യൂണിറ്റ് 15 ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ദെൻ ബ്ലോക്ക് 6 ആണ് പ്രൊമോഷൻ ഡിസിഷൻസ് ആൻഡ് ഇമേർജിംഗ് ഇഷ്യൂസ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താണ് എങ്ങനെയാണ് ഒരു പ്രൊമോട്ട് ചെയ്യുന്നത്, ഏത് രീതിയിൽ അഡ്വർടൈസ് ചെയ്യണം, ഏത് മെത്തേഡാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൂടാതെ മാർക്കറ്റിംഗിൽ വരുന്ന ഇമേർജിംഗ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ നോക്കുന്നത്. അവിടെ യൂണിറ്റ് 16 മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ഒരു കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ യൂണിറ്റ് 17 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. നമ്മൾ നേരിട്ട് പേഴ്സണൽ സെല്ലിംഗ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ വീട്ടിലൊക്കെ വന്ന ആൾക്കാർ സാധനങ്ങൾ വിൽക്കാറുണ്ട്. കൂടാതെ നമ്മളൊരു റോഡരികിലൊക്കെ ചെന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ നിന്ന് വിൽക്കുന്നില്ല, നേരിട്ട് വന്ന് വിൽക്കുന്നതിനെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അതേപോലെ സെയിൽസ് പ്രൊമോഷൻസ്, ഒരു വസ്തുവിന്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്യും. അത് ഏതൊക്കെയാണെന്നാണ് യൂണിറ്റ് 17 പഠിക്കുന്നത്. യൂണിറ്റ് 18 അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി. ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് എങ്ങനെ അഡ്വർടൈസ് ചെയ്യും, അതിന് പബ്ലിക്കിൽ അതിനെ എങ്ങനെ അതിന്റെ അവയർനെസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് യൂണിറ്റ് 18 പറയുന്നത്. ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 19 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമേർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിലെ ഇമേർജിംഗ് ഇഷ്യൂസ്, ഇന്നത്തെ ലെവൽ അനുസരിച്ചിട്ട് എന്തെല്ലാം ഇഷ്യൂസ് ആണ് മാർക്കറ്റിംഗിൽ ഉണ്ട് എന്ന് പറ്റി നോക്കുന്നതാണ് ഈ ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിന് നമുക്ക് 6 ബ്ലോക്കും 6 ക്രെഡിറ്റുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗും ആണ്. അത്യാവശ്യം അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളും നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഏറ്റവും അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് സെമ്മിലെ 4 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, താങ്ക് യു. അടുത്ത നമ്മുടെ മെയിൻ കാര്യത്തിലോട്ടാണ് നമ്മൾ കടക്കുന്നത്.
നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ് ആൻഡ് ഇവാലുവേഷൻ. നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷൻ ആൻഡ് റിക്വയർമെന്റ് ആൻഡ് ഇവാലുവേഷനകത്ത് നമുക്ക് ഉള്ള മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് അസൈൻമെന്റും അതേപോലെ തന്നെ TE എക്സാംസ്, ടേം ആൻഡ് എക്സാമിനേഷനുമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണ് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അസൈൻമെന്റ്സിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. അസൈൻമെന്റിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അസൈൻമെന്റിന്റെ ഫുൾ ഓൺ അതോറിറ്റി അല്ലെങ്കിൽ അസൈൻമെന്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് എന്നുള്ള ഫുള്ള് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അത് സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കാം. അപ്പം എന്റെ സ്റ്റഡി സെന്റർ പറയുന്ന രീതി ആയിരിക്കത്തില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും പറയുന്നത്. അപ്പം അവനവന്റെ സ്റ്റഡി സെന്റേഴ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, നിങ്ങളുടെ മെന്ററും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ എന്നാലിരുന്നാൽ പോലും അസൈൻമെന്റിന്റെ കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നതും അവിടെ എന്തെല്ലാം ചേഞ്ചസ് വരണം എന്ന് നോക്കുന്നതും നിങ്ങളുടെ അതത് സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കും. അപ്പൊ അസൈൻമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറിയാണ്. നമ്മൾ ഷോർട്ട് എസ്സേ ആയിട്ടും വരുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് എസ്സേ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഷോർട്ട് എസ്സേയും ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ലോങ് എസ്സേയും ഉണ്ടായിരിക്കും. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അസൈൻമെന്റ്സിൽ ഉണ്ടായിരിക്കാം. ഈ അസൈൻമെന്റിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പലതും നമുക്ക് എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് ഉള്ളത്. ദെൻ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഹാൻഡ് റിട്ടൺ ഫോം ആയിരിക്കണം. ഒരു A4 ഷീറ്റ് പേപ്പറിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ നമ്മൾ സ്വയം എഴുതി ഹാൻഡ് റിട്ടൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് MCOM നമുക്ക് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് 4 സബ്ജക്റ്റും സെക്കൻഡ് സെമ്മിൽ 4 സബ്ജക്റ്റുമാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് സെമ്മിൽ ആ 4 സബ്ജക്റ്റുകൾക്കും നമ്മൾ മിനിമം ഒരു അസൈൻമെന്റ് 4 സബ്ജക്റ്റുകൾക്കുമായിട്ട് 4 അസൈൻമെന്റ് നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ സ്റ്റഡി സെന്റേഴ്സ് പറയുന്ന ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി അവർ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എഴുതി കൊണ്ടുവെക്കേണ്ടതാണ്. ചില സ്റ്റഡി സെന്റേഴ്സിന് അവരുടേതായ സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചറിഞ്ഞ് വ്യക്തമാക്കിയിട്ട് നിങ്ങൾ എഴുതുക. ജനറൽ ആയിട്ടൊരു റൂൾ ഉണ്ട്. അത് നിങ്ങൾ അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ജനറൽ റൂള്. അല്ലാതെ ഓരോ സ്റ്റഡി സെന്റേഴ്സിനും അവരുടേതായ രീതിയുണ്ട്. അത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ദെൻ അസൈൻമെന്റ് വൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ വൺസ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ഒന്നും നമുക്ക് പരീക്ഷയ്ക്ക് ഈ അസൈൻമെന്റിലെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ഈ എക്സാംസിന് ഫൈനൽ എക്സാംസിന് നമുക്ക് ചോദിച്ചേക്കാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് നമ്മുടെ സൈഡിൽ നിന്ന് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് കൂടാതെ തന്നെ ഇൻ കേസ് നമ്മുടെ അസൈൻമെന്റിൽ എന്തെങ്കിലും തെറ്റ് വരികയാണ്, അതല്ല അതവിടെ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല, നമ്മളവിടെ വെച്ചിട്ടില്ല എന്നവർ പറയുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു റെക്കോർഡായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കാരണം ഇതെന്റെ അസൈൻമെന്റ്സിന്റെ ഫോട്ടോ, നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കണം എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെക്കാം. എല്ലാത്തിന്റെ ഒന്ന് സ്കാൻ ചെയ്ത് ഫോട്ടോ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുത്തൊരു ഫയലായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾക്കൊരു ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് ഫ്യൂച്ചർ റെക്കോർഡായിട്ട് ഇത് നിങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ദെൻ വൺസ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് സ്റ്റഡി സെന്ററിൽ കൊണ്ട് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് കൈപ്പറ്റുക. മീൻസ് നമ്മൾ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ റെസിപ്റ്റ് കൈപ്പറ്റത്തില്ല. അതേപോലെ തന്നെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും റെസിപ്റ്റ് നിങ്ങൾ ഇന്ന ഡേറ്റില് ഇന്ന ദിവസം നിങ്ങൾ അസൈൻമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു റെസിപ്റ്റ്, ഒരു അക്നോളജ്മെന്റ് ഷീറ്റ് നിങ്ങൾ കൈപ്പറ്റുക. അതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡിലുണ്ട്. അത് നമ്മൾ അല്ലെങ്കിൽ ഓരോ സ്റ്റഡി സെന്റേഴ്സിനും അവരുടേതായ റെസിപ്റ്റ്സ് ഉണ്ട്. അവരത് തരും. അവരത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പറിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സിന്റെ കോഡ്, നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കോഡ് എഴുതിയിട്ട് ഡേറ്റ് എഴുതുക, നിങ്ങളുടെ എൻറോൾമെന്റ് ID, പേര് കൊടുക്കുക. ഇത്രയും കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് അതൊരു സീല് വാങ്ങിച്ചുകൊണ്ട് വരിക. കാരണം നിങ്ങളുടെ അസൈൻമെന്റ് അവിടെ വെച്ചു എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് റെസിപ്റ്റ് കൈപ്പറ്റുക എന്നുള്ളത്. കാരണം നിങ്ങളുടെ അസൈൻമെന്റ് അവിടെ ചെന്നിട്ടില്ല, സബ്മിറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എൻക്വയറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അക്നോളജ്മെന്റ് ഷീറ്റ് നമുക്ക് ആവശ്യമാണ്. വൺസ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെസിപ്റ്റ് നമ്മുടെ സ്റ്റഡി സെന്ററിന്റെ കോർഡിനേറ്ററിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 1 മാസത്തിന് ശേഷം ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ജാനുവരി 17 ആണ്. ഇന്ന് സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ് ഫെബ്രുവരി 17 ശേഷം ഇന്ന് ചെന്നാലും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. 1 മന്തിന് ശേഷം ആഫ്റ്റർ 1 മന്ത് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കൃത്യം 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ
ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് കഴിയും. ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്ക് അവിടെയുള്ള കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ അതത് കറസ്പോണ്ടന്റ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആരാണ് കൺസേൺഡ് പേഴ്സൺ ആരാണോ വാലുവേറ്റ് ചെയ്തത് അവർ വാലുവേറ്റ് ചെയ്ത് നമുക്ക് തരും. അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് അസൈൻമെന്റ് എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ തെറ്റാണ് നമ്മുടെ സൈഡിൽ നിന്ന് വന്നത് അതെല്ലാം നികത്തിയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ എക്സാംസിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അസൈൻമെന്റിന്റെ മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊന്ന് ജനറൽ ഐഡിയ കിട്ടും എന്തുമാത്രം കാര്യങ്ങൾ TE എക്സാംസിൽ ആഡ് ചെയ്യണം. കാരണം ഈ അസൈൻമെന്റിന്റെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമുക്ക് TE എക്സാംസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊന്ന് പഠിക്കാനും സാധിക്കുന്നതാണ് ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ്. അപ്പം വൺസ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അസൈൻമെന്റ് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് കൈപ്പറ്റാനായിട്ട് സാധിക്കും. അതിനെയാണ് ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെസിപ്റ്റ് അവിടുന്ന് കൈപ്പറ്റിയിരിക്കണം. കാരണം റെസിപ്റ്റ് കാണിച്ചിട്ട് ഇന്ന ദിവസം ഞാൻ അസൈൻമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തായിരുന്നു, ഞാനത് ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ് എന്റെ കളക്ട് ചെയ്യാനായിട്ട് വന്നതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ അസൈൻമെന്റിന് പാസ് ചെയ്യാൻ നമുക്ക് അസൈൻമെന്റ് ക്ലിയർ ചെയ്യാനായിട്ട് 40% മാർക്കാണ് വേണ്ടത്. 40% മാർക്ക്, 100-ൽ 40 മാർക്കാണ് നമുക്ക് എന്തിനു വേണ്ടത്, അസൈൻമെന്റിന് പാസ് ആവാനായിട്ടുള്ള മിനിമം മാർക്ക് വേണ്ടത്. ഈ 40% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ TE എക്സാംസിലേക്ക് നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ. സെമസ്റ്റർ എക്സാമിലേക്ക് ഇപ്പം മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ എക്സാമിൽ TE എക്സാംസ് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ അതിന്റെ അസൈൻമെന്റിന് 100-ൽ 40 മാർക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ TE എക്സാംസ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻ കേസ് നമ്മൾ അസൈൻമെന്റിൽ നമുക്ക് 40 മാർക്ക് കിട്ടിയില്ല, 30-ഓ 35-ഓ 20-ഓ കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെമ്മിൽ വരുന്ന എക്സാം നമുക്ക് എഴുതാൻ സാധിക്കത്തില്ല. നെക്സ്റ്റ് സെമ്മിൽ നമ്മൾ എന്താ ചെയ്യുക, ഫ്രഷ് ആയിട്ടുള്ള അസൈൻമെന്റ് വന്നു കഴിയുമ്പോൾ അത് നമുക്ക് സബ്മിറ്റ് ചെയ്ത് ക്വാളിഫൈഡ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് TE എക്സാംസ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അസൈൻമെന്റിന്റെ കാര്യങ്ങൾ. അപ്പൊ അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിലാണ് അസൈൻമെന്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവരൊരു ഫോർമാറ്റ് അവർക്ക് ഉണ്ടായിരിക്കാം. അപ്പം അസൈൻമെന്റ് എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ വിളിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്യാന്നുള്ളത് ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ട എല്ലാ അസിസ്റ്റൻസും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഷോർട്ട് എസ്സേ ഒക്കെ ആയിരിക്കും നമുക്ക് അസൈൻമെന്റ്സിൽ ഉണ്ടാവുക. അസൈൻമെന്റ് നമ്മൾ ഹാൻഡ് റിട്ടൺ ഫോമിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. വൺസ് അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതുക. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന്റെ റെസിപ്റ്റ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ കോർഡിനേറ്ററിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റാനായിട്ട് മറക്കാതിരിക്കുക. കൂടാതെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 1 മന്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് ആയിട്ട് കിട്ടുന്നു. നമ്മുടെ അസൈൻമെന്റ് വാലുവേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു അസൈൻമെന്റിന് മിനിമം നമുക്ക് പാസ്സാകാൻ വേണ്ടത് 40 മാർക്കാണ്. ഈ 40 മാർക്ക് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൺസേൺഡ് എക്സാം നമുക്ക് എഴുതാനായിട്ട് സാധിക്കത്തില്ല. ഫെയിൽ ആവുകയാണെങ്കിൽ ഫ്രഷ് അസൈൻമെന്റ് എഴുതി നെക്സ്റ്റ് എക്സാമിലേക്ക് നമുക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത നമ്മുടെ TE എക്സാം, ടേം ആൻഡ് എക്സാമിനേഷന്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ടേം ആൻഡ് എക്സാംസ് നമുക്ക് വർഷത്തിൽ 2 വട്ടമാണ് വരുന്നത്, ജൂണിലും ഡിസംബറിലും വരുന്നുണ്ട്. Jan 24 അഡ്മിഷൻ എടുത്ത നിങ്ങൾക്ക് ഫസ്റ്റ് സെം എക്സാം വരുന്നത് ജൂണിലും സെക്കൻഡ് സെമ്മിന്റെ എക്സാം വരുന്നത് ഡിസംബറിലും ആയിരിക്കും. ഒരു വർഷം നമുക്ക് രണ്ട് സമയത്താണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കുള്ള എക്സാം എന്ന് പറഞ്ഞാൽ സെമസ്റ്റർ വൈസ് ആണ്. ജൂണില് ഫസ്റ്റ് സെമ്മും ഡിസംബറിലും സെം 2 ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന അസൈൻമെന്റും കാര്യങ്ങളും എല്ലാം പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞിരിക്കുന്ന മിനിമം സ്കോറെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് TE എക്സാംസ് എഴുതാൻ എലിജിബിൾ ആവത്തുള്ളൂ നിങ്ങൾ. കൂടാതെ നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ 31 മാർച്ചിന് മുമ്പായിട്ട്, ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ മാർച്ച് 31 മുമ്പായിട്ട് നിങ്ങളുടെ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ 30th സെപ്റ്റംബറിന് മുമ്പായിട്ട് നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ എന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതിന്റെ ലിങ്ക് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പ്രോപ്പർ ആയിട്ട് ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പ്രിഫർ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഡേറ്റ് കഴിയും തോറും നമുക്ക് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയി എഴുതേണ്ടി വരും. അപ്പൊ ആദ്യമേ ഇപ്പം ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ മാർച്ച് 31 മുമ്പായിട്ട് നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുക. അതേപോലെ ഡിസംബറിൽ എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 30th മുമ്പായിട്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കും. ദെൻ അസൈൻമെന്റിന്റെ കൂട്ട് തന്നെ നമ്മുടെ TE എക്സാംസിന് നമുക്ക് പാസ്സാവാൻ വേണ്ടത് 40% ആണ്. 100-ൽ 40 മാർക്കാണ് നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാനുള്ള മിനിമം സ്കോർ എന്ന് പറയുന്നത് 40 ആണ്.
ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 40-ൽ താഴെയാണ് അല്ലെങ്കിൽ 40% താഴെയാണ് TE എക്സാംസിന്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ആ എക്സാമിന് റീഅപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അസൈൻമെന്റ് എഴുതേണ്ടി വരില്ല, പക്ഷെ അസൈൻമെന്റ് അല്ല എഴുതേണ്ടി വരില്ല, TE എക്സാംസ് രണ്ടാമത് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ചില കേസസിലൊക്കെ നമ്മൾ സ്റ്റഡി സെന്ററിനെ ഒന്ന് കണക്ട് ചെയ്യണം. ചില സമയത്തൊക്കെ അവർ പറയാറുണ്ട് ഫ്രഷ് അസൈൻമെന്റ്സ് വെച്ചിട്ട് റീഅപ്പിയർ ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതാണ്. നമ്മുടെ കോഴ്സിന്റെ പീരീഡ് എന്ന് പറയുന്നത് 2 to 4 years ആണ്. 2 വർഷം തൊട്ട് 4 വർഷത്തിനുള്ളിൽ നമുക്ക് ഇത് ക്ലിയർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് 4 വർഷത്തിന് ഒരു പ്രോഗ്രാം പീരീഡ് ഉണ്ട്, അതിനുള്ളിൽ നമുക്ക് എക്സാംസ് ക്ലിയർ ചെയ്തെടുത്താൽ മതിയാവും. അടുത്തതാണ് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം. നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നതെന്നാണ്. നിങ്ങളുടെ സബ്ജക്റ്റിന് നമ്മളൊരു മാർക്ക് ഫൈനലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ അസൈൻമെന്റിന്റെയും അതേപോലെ TE എക്സാംസിന്റെയും മാർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഒരുമിച്ചാണ് ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പം മാനേജറിയൽ എക്കണോമിക്സിന്റെ മാർക്ക് കണക്കാക്കുന്നത് അതിന്റെ അസൈൻമെന്റിന് നിങ്ങൾക്ക് 100-ൽ എത്ര കിട്ടി, അസൈൻമെന്റിന് 100-ൽ എത്ര കിട്ടി, അതിന്റെ 30%, 100 നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ 50-ന്റെ 30%, കൂടാതെ TE എക്സാംസ് നിങ്ങൾ സെമസ്റ്ററിൽ നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എത്രയാണോ 100-ൽ കിട്ടിയത് അതിന്റെ 70%. എഴുതി നമ്മളിപ്പോൾ 60 മാർക്ക് വാങ്ങിച്ചെങ്കിൽ ആ 60-ന്റെ 70%, അസൈൻമെന്റിന് നമുക്ക് 100-ൽ 50 കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ 50-ന്റെ 30% എടുത്തിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ സ്കോർ ഉണ്ടാവുക. കൂടാതെ നമ്മളുടെ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 420 ഗ്രേഡ് ആണ്. ഫസ്റ്റ് ഡിവിഷൻ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 60 above 60-ന് മുകളിൽ മാർക്ക് വാങ്ങിക്കുന്ന 60% മുകളിൽ മാർക്ക് വാങ്ങിക്കുന്നവർക്ക് ഫസ്റ്റ് ക്ലാസ് ഡിവിഷനും, സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് 50 ഓർ 50-ക്ക് ഒരു 50% മുകളിൽ മാർക്ക് സ്കോർ ചെയ്യുന്നവർക്കാണ് സെക്കൻഡ് ഡിവിഷൻ. തേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് 40 മിനിമം സ്കോർ ആണ്. മിനിമം നമ്മൾ എത്രയാണോ സ്കോർ വാങ്ങിക്കുന്നവരാണ് തേർഡ് ഡിവിഷൻ, തേർഡ് ക്ലാസ് എന്ന് പറയുന്നത്. ദെൻ അൺസക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ബിലോ 40%. ഒരു സബ്ജക്റ്റിന് 40% താഴെ നമ്മൾ മാർക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഡിസ്ക്വാളിഫൈഡ്, അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ നമ്മൾ പോയി, അല്ലെങ്കിൽ നമുക്കത് ഫെയിലായി എന്നാണ് അർത്ഥം. മിസ് ആക്ഷൻ ടാസ്കിന്റെ കാര്യം കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. നമുക്ക് ഓരോ സെഷൻസ് കഴിയുന്നവരും നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ട്. ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സെഷനിൽ അറ്റൻഡ് ചെയ്തു, അപ്പൊ നിങ്ങൾക്കത് എങ്ങനെ എന്താണ് ഏതൊക്കെ രീതിയിലാണെന്ന് മനസ്സിലായത് എന്ന് നമുക്കൊന്ന് അറിയാനായിട്ട് അസന്റെ ടൈം ഓഫ് ഫീഡ്ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളത് എന്തുമാത്രം നല്ല രീതിയിൽ അത് കേട്ടിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ഷൻ ടാസ്ക് വെക്കുന്നത്. കൂടാതെ നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊരു ലാസ്റ്റ് ഇതിൽ നമ്മളൊരു പെർഫോമർ ഈ ഓറിയന്റേഷനിലെ എംകോം ജാൻ 24-ന്റെ ബെസ്റ്റ് പെർഫോമറെ നമ്മൾ എടുക്കാറുണ്ട്, സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഇതിനെ ബേസ് ചെയ്ത് ആക്ഷൻ ടാസ്ക് ഫില്ല് ചെയ്യുന്നത് നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങൾ ഓരോ സെഷനിലും നിങ്ങളുടെ പെർഫോമൻസിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇന്നത്തെ സെക്ഷനകത്തും നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങളാണെന്നൊന്ന് പറയാം. കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ സബ്ജക്റ്റുകളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഒരു സിലബസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പറഞ്ഞു നമ്മൾക്ക് 4 കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 4 കോഴ്സുകളെ നമ്മൾ എങ്ങനെ അഡ്വർടൈസ് ചെയ്യും? നമ്മൾ പറഞ്ഞു നോക്കും, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഉണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ട്, OB ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് മാനേജറിയൽ എക്കണോമിക്സ് ഉണ്ട്. അങ്ങനെ ഒരു 8 സബ്ജക്ട്, ഒരു 8 കോഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഓരോ കോഴ്സിനെ പറ്റി ഞങ്ങൾ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളൊരു 1-2 സെന്റൻസിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് അതിനൊരു ടാഗ് ലൈൻ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ലോഗൻ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വോയിസ് നോട്ടോ ഒരു വീഡിയോയോ എന്ത് വേണേലും ആയിക്കോട്ടെ. നിങ്ങൾ കണ്ട നിങ്ങളുടെ ആ 8 കോഴ്സുകളെ പറ്റി ഒന്ന് അതിനോട് അഡ്വർടൈസ് ചെയ്യുക. അതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു ടാഗ് ലൈനിൽ പറയാം, ഒറ്റ സെന്റൻസിൽ അല്ലെങ്കിൽ ഒരു സ്ലോഗൻ എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും ഈ സബ്ജക്റ്റുകളെ നമ്മൾ പറയുന്നത് എന്നൊന്ന് ജസ്റ്റ് പറയാം. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടാവും. ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നതെന്ന് പറയാം. അപ്പൊ പറയാണ് ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ റീസൺ എന്തുകൊണ്ട് എടുക്കുന്നു, വൈ, എന്തുകൊണ്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നിങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ OB എടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എടുത്തു, ആ ഒരു റീസണൂടെ തരും. അപ്പൊ 2 ക്വസ്റ്റ്യൻസിൽ 2 ടാസ്ക് ആണ് നമുക്ക് ഇതിൽ വരുന്നുണ്ടാവുക. ഒന്ന് നമ്മളുടെ 8 കോഴ്സുകളുടെയും ഒരു ടാഗ് ലൈൻ നിങ്ങൾ തരിക, ഒന്നെങ്കിൽ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ് ചെയ്യുന്ന ഒരു കോട്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മിനി ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നതാണ്, അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് നിങ്ങൾക്ക് അയക്കാം.
സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങളൊരു എന്താണ് എംകോമിന്റെ ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക പഠിപ്പിക്കാനായിട്ട്, അത് എന്തുകൊണ്ടാണ് നിങ്ങളത് സെലക്ട് ചെയ്യാൻ കാരണം എന്നുള്ളത് നിങ്ങളുടെ മെന്ററുമായിട്ട് അല്ലെങ്കിൽ മെന്റർ ഈ ഒരു ആക്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും. നിങ്ങൾ നാളെ അല്ലെങ്കിൽ കഴിയുന്നതും എത്രയും വേഗം തന്നെ നിങ്ങളത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.